പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നവാഗതനോടുള്ള ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തം എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രൂപ്പിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്ക് ഒരൊറ്റ കച്ചവടം മാത്രമാണുള്ളത്. മദ്യാസക്തൻ ആയിരിക്കുന്ന നമ്മൾ മദ്യരഹിതമായി നിൽക്കുകയും മറ്റുള്ളവരെ അതിൽ നിന്ന് മോചിതരാകാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ കച്ചവടമാണ് എക്കുള്ളത്. എയുടെ ബിസിനസ് എന്ന് പറയുന്നത് അതാണ്. അപ്പം എങ്ങനെയാണ് നവാഗതനെ നമ്മൾ സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? പലപ്പോഴും ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ ഞാൻ ഒരു മീറ്റിംഗ് തുടങ്ങുന്നത് തന്നെ മറ്റു പലരോടുമുള്ള നീരസത്തിൻ്റെ പുറത്താണ്. എനിക്ക് പങ്കെടുക്കാനായി ഓൺലൈൻ മീറ്റിങ്ങിലുണ്ടായിരുന്ന ഞാൻ എനിക്ക് വേണ്ടി ഒരു ഫിസിക്കൽ മീറ്റിംഗ് തുടങ്ങിയ ആളാണ്. ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കാണ്ട് നേരിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു മീറ്റിംഗ് തുടങ്ങിയ ആളാണ്. അപ്പോൾ ആ മീറ്റിംഗ് തുടങ്ങി വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ആൾക്കാരെയും ഉടനെ സുബോധത്തിലേക്ക് എത്തിക്കാം, വളരെ പെട്ടെന്ന് വലിയൊരു ഗ്രൂപ്പായി മാറാം, ആളുകളെയൊക്കെ സഹായിക്കണം എന്ന വലിയ ആഗ്രഹവുമായി നിൽക്കുന്നു. പക്ഷേ ഗ്രൂപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ പ്രശ്നങ്ങളിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരാളെയും ഉൾക്കൊള്ളാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിഗ് ബുക്കൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, എനിക്കതിലെ കാര്യങ്ങളറിയാം. ഏതൊരു മീറ്റിങ്ങിൽ കടന്നു ചെന്നാലും അവിടെയുള്ള ആളുകളെ പഠിപ്പിക്കാനുള്ള മനോഭാവം എന്നിൽ ഉടലെടുക്കാൻ തുടങ്ങി. നിരവധി പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ഏതെങ്കിലും ആളുകൾക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരെ മീറ്റിങ്ങിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വന്ന ആളുകളെ ഫോളോ ചെയ്യാതെ അവൻ അടി തട്ടിയിട്ടില്ല എന്ന കമൻറ്റ് ഞാൻ പറയും. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇവിടെ ആരെയും വിധിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. എന്തിനാണ് 11 പടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ ഉണർവ് എന്ന് മനസ്സിലാക്കാൻ. ഈ സന്ദേശം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്യേണ്ട, അതല്ല എന്നുണ്ടെങ്കിൽ കേവലം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഫെല്ലോഷിപ്പ് ഇതാണ്, ഇങ്ങനെയാണ് പോകുന്നത്, നിനക്ക് മാറി നിൽക്കാം, ഈ ഒരു കേവലം ഉത്തരവാദിത്തമല്ല. അതറിയാനായിട്ട് കുറേ വൈകി. അപ്പം അതിന് കാരണം എന്താണ്, എവിടെയാണ് എൻ്റെ റിക്കവറി കിടക്കുന്നത് എന്നുള്ളതാണ്. 2 മാർഗമാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ 2 AA ഉണ്ട് എന്നെൻ്റെ സ്പോൺസർ പറയാറുണ്ട്. ഒരു AA എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഫെല്ലോഷിപ്പിംഗ് ആണ്. എല്ലാ ദിവസവും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, സുഖമാണ്, സന്തോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ പലരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പറയുക, അതിലാണ് ആകെ ആനന്ദം ഉണ്ടായിരുന്നത്. അവൻ പറഞ്ഞത് ശരിയല്ല, അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2 മാർഗം. ഒന്നില്ലെങ്കിൽ ഈ ഒരു രീതി തുടർന്ന് കൊണ്ടുപോകാം. സത്യത്തിൽ വലിയ അസ്വസ്ഥത എനിക്കാണ് ഉണ്ടായിരുന്നത്, മറ്റുള്ള ആൾക്കാർക്കായിരുന്നില്ല. ഞാനാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്നത്. അതല്ല, ഈ ദുസ്സഹമായ സാഹചര്യം തുടർന്നുകൊണ്ട് മദ്യം നിർത്തുന്ന ആൾക്കാരോട് പറഞ്ഞ പോലെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് വരിക, അതല്ലെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകാം, ഏത് വേണം, മദ്യപിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ 2ാമത്തെ മാർഗം എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമാണ്. 12 പടികളാണ്. ആ ബിഗ് ബുക്ക് അല്ലെങ്കിൽ 12 തുടങ്ങിയ ലിറ്ററേച്ചറുകൾ മീറ്റിങ്ങിൽ പ്രദർശിപ്പിച്ച് വെക്കേണ്ട ഒന്നല്ല, മറിച്ച് ഞാനത് വായിക്കേണ്ടതാണ്. വായിച്ചിട്ട് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് മീറ്റിങ്ങിൽ പറയേണ്ടതല്ല, അത് പ്രയോഗത്തിൽ വരുത്താനുള്ള തുടക്കം വേണം. അതിനെക്കുറിച്ചൊരു കഥ പറയുമായിരുന്നു. എൻ്റെ കുഴപ്പം കിടക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇത് ഉൾക്കൊള്ളാനുള്ള കഴിവ് എനിക്കില്ലാത്തത്. ഒരു സ്ഥലത്ത് ജ്ഞാനി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭയങ്കര അറിവാണ്. അദ്ദേഹത്തിന് ദൈവത്തിനെ കാണാനായിട്ട് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു. അപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് നിരവധിയായ പുസ്തകങ്ങൾ വായിച്ചു, ഗ്രന്ഥശേഖരങ്ങൾ അദ്ദേഹം ശേഖരിച്ചു. എല്ലാ ഭാഗത്തു നിന്നും എങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തേണ്ടത് എന്ന അറിവ് നേടാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. ആ അറിവ് നേടിയ മഹത്തായ ഗ്രന്ഥങ്ങളെ തൻ്റെ തലച്ചുവടായി അദ്ദേഹം ഏറ്റിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ലോകം മുഴുവൻ അദ്ദേഹം നടന്നു. എവിടെയും അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റുന്നില്ല ദൈവത്തെ. വളരെ വിഷണ്ണനായി, വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ ഇരിക്കെ ആ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു സാധു വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്, ദൈവത്തെ കാണിച്ചു തരാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് കേൾക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ദൈവത്തെ കാണാനായിട്ട് ഈ സാധുവിൻ്റെ അടുത്തേക്ക് ജ്ഞാനി പോയി. അപ്പോൾ തലയിൽ വലിയ ചുമടുകൾ, ഇങ്ങനെ ലോകം മുഴുവൻ ദൈവത്തെ തേടി അറിഞ്ഞതുകൊണ്ട് വലിയ ഗ്രന്ഥക്കെട്ടുകളുടെ ശേഖരം ഇദ്ദേഹത്തിൻ്റെ തലയിലുണ്ട്. നിർത്തണം. എന്തായാലും വളരെ ആ ഒരു ജ്ഞാനിയുടെ കഥ അച്ഛൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. ആ ജ്ഞാനി തൻ്റെ ഭാണ്ഡക്കെട്ട് ഇറക്കി വെക്കാനുള്ള തയ്യാറെടുപ്പില്ലാതെ സാധുവിനോട് ചോദിക്കുകയാണ്, എനിക്ക് ദൈവത്തെ കാണണം, ദൈവത്തെ കാണിച്ചു തരാനായിട്ട് പറയണം. അപ്പോൾ സാധു ചോദിച്ചു, തൻ്റെ തലയിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് വെച്ചു. അപ്പോൾ തലയിൽ ഞാൻ ഈ ലോകം മുഴുവൻ സഞ്ചരിച്ചു, ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവത്തെ കണ്ടില്ല. അപ്പോൾ ദൈവത്തെ കാണാൻ വേണ്ടിയുള്ള എൻ്റെ യാത്രയിൽ ഞാൻ ശേഖരിച്ച അറിവുകൾ, ആ ഗ്രന്ഥക്കെട്ടുകളാണ് എൻ്റെ തലയിൽ. സാധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ദൈവത്തെ കാണിച്ചു തരാം, നീ ആ ഗ്രന്ഥക്കെട്ടൊന്ന് ഇറക്കി വയ്ക്കാൻ പറഞ്ഞു. അപ്പം അതങ്ങനെ എളുപ്പം ഇറക്കി വയ്ക്കാൻ പറ്റില്ല. കാരണം വർഷങ്ങളായി നേടിയ മഹത്തരമായ അറിവുകളാണ്. കുറേ കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട്, അത് ഏറ്റി നടന്നിട്ടുണ്ട്. അയാൾ ഇറക്കാൻ തയ്യാറായില്ല. നിനക്ക് ദൈവത്തെ കാണണോ, അത് ഇറക്കി വയ്ക്കാൻ പറഞ്ഞു. അയാൾ മനസ്സില്ലാ മനസ്സോടെ ആ ഗ്രന്ഥക്കെട്ടുകൾ താഴത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ആ ഗ്രന്ഥക്കെട്ട് ഇറക്കി വയ്ക്കുമ്പോൾ അയാളുടെ കൈ പിന്നെയും അവിടെ നിൽക്കുക, കൈ വിടാൻ പറ്റുന്നില്ല. അപ്പം കൈ കൂടി എടുത്ത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ആ കൈ എടുത്ത് മാറ്റുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നീ സ്നേഹത്തെ കണ്ടിട്ടുണ്ടോ? സ്നേഹത്തിൻ്റെ ആലയത്തിലേക്ക് നീ പോകണം, അവിടെ സ്നേഹത്തെ കാണുക, പിന്നീട് നിനക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് സ്നേഹമുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അടുത്തൊരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിൽ ചന്തയുണ്ട്, നീ ആ ചന്തയിലേക്ക് പോവുക, അവിടെ നിനക്ക് സ്നേഹം എന്താണെന്ന് ആളുകളുടെ ഇടയിൽ കാണാൻ പറ്റുമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ വ്യക്തി, ഞാൻ ആ ഗ്രന്ഥക്കെട്ടുകളൊക്കെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ദൈവത്തെ കാണാൻ പറ്റുമെന്ന ആഗ്രഹത്തോടു കൂടി പോവുകയാണ്. ഇദ്ദേഹം കുറേ കഴിഞ്ഞ് തിരിച്ചു വരുന്നില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, സാധുവിന് പോകേണ്ട സമയമായി. അപ്പോൾ സാധു ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ ഈ ഗ്രന്ഥക്കെട്ടുകളൊക്കെ സാധുവിൻ്റെ കയ്യിലാണുള്ളത്. ഇദ്ദേഹം ഈ ഗ്രന്ഥക്കെട്ടുകളുമായിട്ട് ഇയാളെ സമീപിച്ചു. ഇയാൾ എവിടെയാണെന്ന് അറിയാൻ അയാൾക്ക് സമയമില്ല. അയാൾ ആ ചന്തയിലെ പണികളിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദ നൃത്തമാടുന്നുണ്ട്, ആളുകളുമായി ചിരിച്ച് സന്തോഷത്തോടു കൂടി, വളരെ നൃത്തത്തോടു കൂടിയാണ് അയാൾ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത്. അയാളെ വളരെ കഷ്ടപ്പെട്ട് പിടിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ചു, നീ എവിടെയായിരുന്നു ജ്ഞാനി? നിൻ്റെ ഈ ജ്ഞാനഭാണ്ഡം ഞാനിത് അവിടെ കൊണ്ടുവന്നിട്ട് നിനക്കിത് വേണ്ടേ? അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് വേണ്ട, കാരണം ഞാൻ സ്നേഹത്തെ അറിഞ്ഞു. സ്നേഹത്തെ അറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെയാണ് സ്നേഹത്തിനാണ് ദൈവം എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ മറ്റുള്ള ആളുകളെ സഹായിക്കാനായിട്ട് ആ 11 പടികളിൽ നിന്ന് കിട്ടിയ ആത്മീയ ഉണർവ് അവിടെയാണ്. അവിടെ എന്താണ് എൻ്റെ കുഴപ്പമെന്ന് വിലയിരുത്തിക്കൊണ്ട് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം പല മദ്യാസക്തരെയും ഗ്രൂപ്പിലേക്ക് എത്തിക്കും. അവർ വീണ്ടും വീണു പോകും. അപ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഞാനടക്കം അടി തട്ടിയിട്ടില്ല, അവൻ കുറച്ചുകൂടി അടി തട്ടാറുണ്ട്. ആരാ ഇത് നിശ്ചയിക്കുന്നത്? ഈ അടി തട്ടുന്നതിൻ്റെ അളവ് ആരുടെ കയ്യിലുള്ളത്? ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവം കളി ഉപേക്ഷിക്കുന്നു എന്ന് 3ാമത്തെ പടിയിൽ പറയുന്ന നമ്മളിവിടെ പറയുകയാണ്, മറ്റുള്ള ആൾക്കാരെ വിലയിരുത്തിക്കൊണ്ട്. റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയും. അതിനാണ് മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായം ഞാൻ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ആ അധ്യായം പരിശീലിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായി എൻ്റെ കടമ നിർവഹിച്ചോ? ആൽക്കഹോളിക്സ് അനോണിമസ് ആണ് എൻ്റെ ജീവനും ജീവിതവും തന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ മീറ്റിങ്ങിൽ ഘോരഘോരം ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ദൈവത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ വാചാലനാവുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നോ? ഞാൻ എൻ്റെ 12ാം പടി പ്രവർത്തനം വളരെ കൃത്യമായിട്ടാണോ ചെയ്തത്? ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം 1935 നമ്മുടെ ഫെല്ലോഷിപ്പ് തുടങ്ങുമ്പോൾ 2 പേരിൽ നിന്ന് 100 പേരായത് 39-ലാണ്. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. എന്തിനാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കേണ്ട കാര്യം? കാരണം ഈ ചരിത്ര നാൾവഴികളിൽ നിന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഓരോ ലിറ്ററേച്ചറുകളും ഉണ്ടാക്കിയിട്ടുള്ളത്, ഏടെ പാരമ്പര്യങ്ങൾ പാലിച്ചിട്ടുള്ളത്. ഞാനൊക്കെ തുടക്കത്തിൽ വന്ന സമയത്ത് ഈ പാരമ്പര്യം എന്ന് പറയുന്നത്
ഗ്രൂപ്പിൽ പാലിക്കേണ്ടതാണ്. എനിക്കതിൻ്റെ കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ല. കൺസെപ്റ്റുകൾ ഇപ്പോൾ പോലും ഒരാൾ പറഞ്ഞതാണ് ലോക സേവനത്തിനാണ് കൺസെപ്റ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു GSR ലെവലിലുള്ള ഒരാൾ AAയുടെ 12 സങ്കല്പങ്ങൾ അറിയണം. 36 തത്വങ്ങളാണ് ആൽക്കഹോളിക്സ് അനോണിമസിനുള്ളത്. ഒന്ന് 12 പടികളിലൂടെ സ്വയം നമ്മളെ മനസ്സിലാക്കാനും നമ്മളെ സംസ്കരിച്ചെടുക്കാനുമുള്ള 12 പടിയാണ്. അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയിൽ ഒന്നായി നിൽക്കാനായി ഉപയോഗിക്കേണ്ടതാണ് 12 പാരമ്പര്യങ്ങൾ. സേവനത്തിനിറങ്ങുന്ന ഓരോ വ്യക്തിയും അയാൾക്ക് 12 സങ്കല്പങ്ങളെക്കുറിച്ച് അറിയണം. ഇത് മനസ്സിലാക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ എൻ്റെ അറിവിൻ്റെ പരിമിതിയെക്കുറിച്ചുള്ള ബോധ്യം എനിക്ക് വരും. ഞാൻ ഇനി എത്ര പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തുടങ്ങുന്നിടത്ത് നമുക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് നവാഗതനെ സഹായിക്കേണ്ടത്, പാരമ്പര്യങ്ങളിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പുതുമക്കാർ വന്ന് ആ ഗ്രൂപ്പിൽ നിൽക്കാതിരിക്കുമ്പോൾ ഗ്രൂപ്പിൻ്റെ ഇൻവെൻ്ററി ഉണ്ട്. പാരമ്പര്യ പരിശോധനാ സഹായി എന്നത് ഒരു AA അംഗം ഗ്രേപ്പ് പോയിന്റിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഇതിനൊക്കെ ചരിത്രപരമായ കാരണം എന്ന് പറയുന്നത് 1939 100ഓളം പേരായി നിൽക്കുന്ന സമയത്ത് 1938 അവിടെ ക്ലാരൻസ് എസ് എന്ന് പറയുന്ന ഒരാൾ ക്ലീവ്ലാൻഡ് എന്ന് പറയുന്ന അമേരിക്കയിലെ സ്ഥലത്ത് നിന്ന് നമ്മുടെ സഹസ്ഥാപകനായ ബോബിൻ്റെ ക്ലിനിക്കിലേക്ക് എത്തുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡൊറോത്തിയും കൂടിയിട്ട്. അന്ന് വളരെ വിഷമിച്ചിട്ടും അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. വളരെ വിഷമിച്ചിട്ടാണ് അദ്ദേഹം അവിടെ വരുന്നു. ബോബ് അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നു. അദ്ദേഹം സിസ്റ്റർ ഇഗ്നേഷ്യയെ പരിചയപ്പെടുന്നു, മറ്റ് 7 അംഗങ്ങളെ. അപ്പോൾ 4 വർഷം സോബറിറ്റി കിട്ടിയിട്ടുള്ള മദ്യരഹിതമായ ആളുകളെ കാണുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനെ അവർ ക്ലീവ്ലാൻഡിൽ പല അംഗങ്ങളും ഓഹിയോയിലെത്തി ഗ്രൂപ്പിലേക്ക് പങ്കെടുക്കുകയാണ്. ഒരു 20ഓളം അംഗങ്ങൾ സോബർട്ടിയിലേക്ക് വരുന്നു. അപ്പോൾ അന്ന് ഈ കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗം നമ്മുടെ ഒരു ഗ്രൂപ്പ്, അക്രോണിലെ ഒരു ഗ്രൂപ്പ്, ന്യൂയോർക്കിലെ ഗ്രൂപ്പ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് പോയിട്ടില്ല. അത് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും അന്ന് സഭകളുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ക്ലാരൻസസിന് മതവിശ്വാസിയല്ലായിരുന്നു ക്ലാരൻസസ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സഭ എന്ന് പറയുന്ന കത്തോലിക്ക സഭയ്ക്കുണ്ടായ ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഇതിന് ഘടകമായിട്ടുണ്ട്. ക്ലീവ്ലാൻഡിലുള്ള പള്ളിയിലച്ചന്മാർ ഈ ഗ്രൂപ്പിലേക്ക് പോകരുത് എന്ന് പറയുന്നു. അവരങ്ങനെ ക്ലീവ്ലാൻഡിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. ആദ്യമായി ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പേര് 1939 ക്ലീവ്ലാൻഡിലാണ് ഇടുന്നത്. 3ാമത്തെ ഗ്രൂപ്പാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ ഡീലർ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചും എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇതിന് സഹായിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലേഖനം പ്രസിദ്ധീകരിച്ചു വൈകുന്നേരങ്ങളിൽ. ആ റിപ്പോർട്ടറുടെ പേരൊക്കെ കംസ് ഓഫ് ഏജിൽ വളരെ എടുത്ത് പറയുന്നുണ്ട്. വലിയ സഹായങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ നിരന്തരമായി എല്ലാ ദിവസവും വൈകുന്നേരം ഇറങ്ങുന്ന പത്രങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചുള്ള വാർത്തകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന 100ഓളം പഴമക്കാരാണെന്നുള്ളത് അവർക്ക് വലിയ ഭയമായി. എവിടേക്കാണ് ഇവർ ഈ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നത്? കാരണം ഞങ്ങൾ ഈ 100 പേരാവാൻ തന്നെ 4 വർഷം എടുത്തു. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ പഴമക്കാരൊക്കെ ആകെ പല രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഈ ക്ലീവ്ലാൻഡിൽ ഇവരുടെ പ്രവർത്തനം വളരെ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നത്. ഇവരെങ്ങനെ ഡീൽ ചെയ്യും? ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് നിരന്തരം പത്രങ്ങളിൽ വാർത്ത വരുന്നു. ആദ്യത്തെ പാംപ്ലെറ്റ് AAയിൽ ഇറങ്ങുന്നത് മിസ്റ്റർ എക്സ് ആൻഡ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പാംപ്ലെറ്റ് അവിടെ ഇറങ്ങുന്നു. ക്ലാരൻസസ് ആയിരുന്നു ആ മിസ്റ്റർ എക്സ്. പക്ഷേ അവരവിടെ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ, അതിൻ്റെ വിജയം എന്ന് പറയുന്ന അപ്പോഴേക്കും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ഇറങ്ങി. അവിടെ 1939 ഈ ഗ്രൂപ്പിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അന്ന് 100 അംഗങ്ങളാവാൻ 4 വർഷം എടുത്തപ്പോൾ 1 വർഷം കൊണ്ട് 30 ഗ്രൂപ്പുകളും 500 അംഗങ്ങളുമായിട്ട് അവിടെ ക്ലീവ്ലാൻഡിൽ മാറി. BW ക്ലീവ്ലാൻഡിലെ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വേള സഹസ്ഥാപകനായിട്ട് കരുതപ്പെടുന്ന ആളാണ് ക്ലാരൻസസ് എന്ന് പറയുണ്ടായി. അപ്പോൾ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ 3 പാഠങ്ങളാണ് ഈ ക്ലീവ്ലാൻഡിലെ പ്രവർത്തനത്തിൽ നിന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന് പഠിക്കാനുള്ളത് എന്ന് BW കംസ് ഓഫ് ഏജിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് 3 പാഠങ്ങൾ. ഒന്ന്, വ്യക്തിപരമായ സ്പോൺസർഷിപ്പ്, ടെമ്പററി സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന പരിപാടി. നമ്മളെല്ലാവരും പറയാറുണ്ട് 12ാം പടി പ്രവർത്തനം. ഈ 12ാം പടി പ്രവർത്തനം
എന്ന് പറയുന്നത് ടെമ്പററി സ്പോൺസർഷിപ്പാണ്. ഒരു അംഗത്തെ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൽ നിർത്തേണ്ടത്, അയാളോട് എങ്ങനെ ഇടപെടണം, അതന്നാണ് ആരംഭിച്ചത്. അന്ന് പല ആളുകളും 2 മാസവും 3 മാസവുമായ ആളുകളാണ് ഇത്തരം പ്രവൃത്തികളിലേക്ക് വന്നത്. ആദ്യമായി സ്പോൺസർഷിപ്പ് എന്ന പാംലെറ്റ് ഇറങ്ങുന്നത് ക്ലീവ്ലാൻഡിലായിരുന്നു. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതുമക്കാരെ പഠിപ്പിക്കാൻ അന്ന് നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി ഗ്രൂപ്പുകളിൽ. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിഗ് ബുക്കാണ് അവർക്ക് ഉത്തരമായിട്ട് കിട്ടിയത്. ഏറ്റവും നല്ലത് എയുടെ ലിറ്ററേച്ചറുകളാണ്. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് നോക്കാനുള്ള പ്രേരണ അതുള്ള പാഠമാണ്. മൂന്നാമത്തെ കാര്യമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നത് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടണം. പത്രമാധ്യമങ്ങളിൽ നിരന്തരമായ ലേഖനം വന്നതുകൊണ്ടാണ് ഈ ഒരു വളർച്ച ഉണ്ടായത്. 100-ൽ നിന്ന് 500 പേരായി മാറിയത് ഒരൊറ്റ വർഷം കൊണ്ടാണ്. 30 ഗ്രൂപ്പുകളായി. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് 1,26,000 ഗ്രൂപ്പുകളിലായി 150ഓളം രാജ്യങ്ങളിലായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് 22 ലക്ഷം അംഗങ്ങളുമായി പ്രവർത്തിക്കുന്നു. 2020 സെൻസെക്സ് പ്രകാരം ആ രീതിയിലാണ് അംഗസംഖ്യ. എത്രയോ അതിലധികം ആളുകൾ ഇന്നും മേലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞു പോയ കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് ഊർജം തരുന്നതാണ് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ എവിടെയാണ് എൻ്റെ പ്രവർത്തനം നിൽക്കുന്നത്? ഞാനൊരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? 2 അതിലധികമോ ആളുകൾ, മധ്യാസക്തനായ ആളുകൾ ആർക്ക് വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് തുടങ്ങാം. തങ്ങളുടെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. അതൊരു ഹോം ഗ്രൂപ്പായി മാറുമ്പോൾ പണ്ടൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന, കിറ്റിയിൽ 20 രൂപ ഇടുക എന്ന് പറഞ്ഞാൽ അവിടെ അഭിപ്രായം പറയാനുള്ള ലൈസൻസ് ആണെന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല. ആൽക്കഹോളിക്സ് അനോണിമസ് ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാ ആൾക്കാർക്കും മറ്റ് ഗ്രൂപ്പുകളിൽ കയറി ചെന്ന് അഭിപ്രായം പറയാൻ പറ്റില്ല. ഹോം ഗ്രൂപ്പ് നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ വീട് പോലെയാണ് ആ ഹോം ഗ്രൂപ്പ്. ആ ഹോം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രവർത്തിക്കണം. ഓരോ പ്രവൃത്തിയും നമ്മളവിടെ ചെയ്യുന്ന സ്റ്റിക്കർ വർക്കുകൾ, എയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന കാര്യങ്ങൾ, അടിച്ചു വരുന്നത്, എല്ലാ പ്രവൃത്തിയും. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സർവീസ് മേഖല എന്ന് പറയുന്നത് തന്നെ വിശ്വസ്ത സേവകരാണ്. ഇവിടെ പട്ടം ചാർത്തിയിട്ടുള്ള അധികാരിമാരാരുമില്ല. എയുടെ ഓരോ തലങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നവരും ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ ജനറൽ സർവീസ് കോൺഫറൻസിൽ എത്തിക്കുക എന്നാണ് ഡെലിഗേറ്റിൻ്റെയും ക്ലാസ് ബി ട്രസ്റ്റിയുടെയും ഉദ്ദേശം. അതിൻ്റെ മുകളിലല്ല ആരും. ഗ്രൂപ്പ് തന്നെയാണ് അന്തിമം എന്നറിയാത്തത് കൊണ്ടാണ്. അവിടെയാണ് ഈ ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നമ്മളൊരു ഗ്രൂപ്പിനെ ഹോം ഗ്രൂപ്പായി തിരഞ്ഞെടുത്താൽ അവിടെ നമ്മൾ അംഗങ്ങൾ എന്ന നിലയിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഏതൊരു ഗ്രൂപ്പിലും പങ്കെടുക്കാം. പക്ഷെ അവിടുത്തെ ബിസിനസ് മീറ്റിൽ ആ ഗ്രൂപ്പിൻ്റേതായ കാര്യങ്ങളിൽ നമുക്കവിടെ അഭിപ്രായം പറയാൻ പറ്റില്ല. അവിടെ വോട്ടെടുപ്പ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ വോട്ടെടുപ്പിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തർക്കങ്ങൾ മുന്നോട്ട് പോകാതെ നിൽക്കുന്നതിൻ്റെ കാരണം ഗ്രൂപ്പ് കോൺഷ്യസ് ആണ്. ആ ഗ്രൂപ്പ് കോൺഷ്യസ്, വെൽ നോട്ടഡ് ഗ്രൂപ്പ് കോൺഷ്യസ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് കോൺഷ്യസിനെ അംഗീകരിക്കാനായിട്ട് ആ ഹോം ഗ്രൂപ്പായി കരുതുന്ന ആളുകൾ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ ഹോം ഗ്രൂപ്പ് ആവുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായമല്ല അവിടെ ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായത് എന്ന് പറയുമ്പോൾ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, പുതുമക്കാരെ സഹായിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂടിയെല്ലാം നിർത്തി ഞാൻ ഏലൂടെ സഞ്ചരിക്കുന്നുണ്ട്, വളരെ നന്നായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കടമ നിർവഹിച്ചോ? ഈ ചോദ്യമാണ്. ഞാൻ നിർവഹിക്കേണ്ട കടമകളുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഈ ഫെല്ലോഷിപ്പാണ് എൻ്റെ ജീവനും ജീവിതവും തിരിച്ചു തന്നത് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ഗ്രൂപ്പിലെ അംഗം എന്ന നിലയിൽ പുതുമക്കാരെ സഹായിക്കേണ്ടത്? ഈ പറഞ്ഞ പോലെയാണ്. എൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമല്ല, ഞാൻ മറ്റു മനുഷ്യരെ എല്ലാം കാണുമ്പോൾ എൻ്റെ അനുഭവമാണ് അവിടെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. മറ്റുള്ള ആൾക്കാരെ വിലയിരുത്താൻ ഞാൻ മനസ്സിലാക്കിയ പോലെ അവൻ മനസ്സിലാക്കണം. അണികളെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ കുഴപ്പമാണ് പല ആൾക്കാരും വീണ് പോകുന്നത്. ഈ കാര്യം എന്താണെന്ന് അറിയാണ്ട കുരങ്ങനെ കൊണ്ട് ചുടുചോറ് മാരിക്കുന്ന പരിപാടി ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും അതിൻ്റെ പല മേഖലകളിലും ഞാൻ പെട്ടുപോയതാണ്. അതിനൊക്കെ പുറത്തേക്ക് കടന്നപ്പോഴാണ് എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് മനസ്സിലാക്കാനായി സാധ്യമായത്. അവിടെ എനിക്ക് പ്രശ്നങ്ങളില്ലാണ്ടായി. ഒരു മീറ്റിങ്ങിലും എൻ്റെ എതിരഭിപ്രായം പറയുന്നവൻ്റെ കൂടെ തോളിൽ കൈയിട്ട് നിൽക്കാൻ എന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്ന് പ്രാപ്തമാക്കുന്നുണ്ട്. അവിടെയൊക്കെ ആത്മീയത എന്ന് പറയുന്നത് കഴിവുകേടല്ല.
എൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ ഗ്രൂപ്പ് കോൺഷ്യസിനെ അംഗീകരിക്കാൻ എന്താണ് വിട്ടുകൊടുക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ടെമ്പററി സ്പോൺസർഷിപ്പിന് ഓരോ അംഗവും ഒരു ടെമ്പററി സ്പോൺസറായിട്ട് പുതുമക്കാരെ സഹായിക്കാനായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന നിർദ്ദേശം നമുക്ക് പാംലെറ്റിലായിട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ പോയിന്റുകളാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതുമക്കാരനെ സുബോധാവസ്ഥയിൽ എത്തിക്കാനും നിലനിർത്താനും സാധ്യമായ എല്ലാ കാര്യങ്ങളും തൻ്റെ വ്യക്തിപരമായ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ടാണ് ടെമ്പററി സ്പോൺസർ ചെയ്യേണ്ടത്. വളരെ കൃത്യമായ നിർദ്ദേശമാണ്. നമ്മളുടെ അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തല്ല, നമ്മളുടെ അറിവിൻ്റെ അതോടൊപ്പം തന്നെ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് ഇവരോട് നമ്മൾ സമീപിക്കേണ്ടത്. ഒരൊറ്റയടിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന പുതുമക്കാരനെ എല്ലാം അങ്ങ് പഠിപ്പിച്ചു വിടാമെന്ന മനോഭാവത്തിലല്ല. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കാൻ എത്ര സമയമെടുത്തു. നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം, ആ രീതിയിലാണോ നമ്മൾ അവരോട് പെരുമാറുന്നത് എന്ന ചോദ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ അനുഭവം ആയിരിക്കില്ല നമ്മൾ പറയുക. ഒരാൾ സഹായം ചോദിക്കാതെ അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കയറി നമ്മൾ ഉപദേശം കൊടുക്കും. നമുക്ക് അറിയുക പോലുമില്ല ഈ വ്യക്തിയുടെ ജീവിതം എന്താ, ഇയാൾ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന്. ഞാൻ കൊച്ചി കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ സ്പോൺസറും മറ്റാൾക്കാരൊക്കെ ഉണ്ട് ട്രെയിനിൽ. ഒരാളെ വിളിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ഇയാളവിടെ മീറ്റിങ്ങിന് വരുന്നില്ല. ഇയാളുടെ നാട്ടിലൊരു മീറ്റിംഗ് തുടങ്ങി. ഇയാൾ 6 വർഷമൊക്കെ ആയിരുന്നു ആൽക്കഹോളിക്സ് അനോണിമസിൽ. അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ പേര് ഇന്നതാണ്, ഉണ്ണിന്നാണ്, ചേട്ടൻ എവിടെയുള്ളത് എന്നൊക്കെ ചോദിച്ച് വർത്തമാനം പറഞ്ഞു. ഇയാൾ ഉടൻ തന്നെ എന്നോട് ഇന്നിവിടെ മീറ്റിംഗ് ഉണ്ട്, വരുന്നുണ്ടോ ചോദിച്ചു. ഈ ഭാഗത്താണ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ മീറ്റിങ്ങിന് ഞാൻ പങ്കെടുത്തു. ഇദ്ദേഹം എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്നെ കൊണ്ടേ വിടാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വണ്ടിയില്ല. ഇദ്ദേഹം എന്നോട് വന്നിട്ട് വരും, ഈ ആലിൻ്റെ ആൾത്തറയിലൊന്ന് ഇരിക്കാമെന്ന് പറഞ്ഞു. ഇയാൾ അങ്ങ് കടന്ന് അതിൻ്റെ ഇടയിൽ വ്യക്തിപരമായ എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇയാൾ ചോദിച്ചു. ഇയാൾ അവിടെ അങ്ങ് തടങ്ങി ഉപദേശം എന്നോട്. ഞാൻ ഇയാളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു 1.5 മണിക്കൂറൊക്കെ സഹിച്ചു ഇത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്, എനിക്ക് സ്പോൺസർ ഉണ്ട്, തൽക്കാലം ചേട്ടൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അയാൾ തന്നെ മര്യാദയ്ക്ക് മീറ്റിങ്ങിന് പോകുന്നില്ല. എന്നിട്ട് അയാളുടെ അറിവുകളൊക്കെ എന്നെ അടിച്ചേൽപ്പിക്കുകയാണ്. ഏതടിസ്ഥാനത്തിലാണ്? അവിടെയാണ് ഈ ആളുകളെ മനസ്സിലാക്കാൻ. ഈ ഒരു കാര്യം ഞാൻ പഠിച്ചത് ആ വ്യക്തിയുടെ കുറ്റം പറയാനല്ല, ഞാൻ അത്തരത്തിലാവാതിരിക്കാൻ, ബ്ലീഡിങ് ഡീക്കാൻ. കാരണം ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ വന്നപ്പോൾ പഴമക്കാരുടെ കുറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കും. ഇതിലും വലിയ ബ്ലീഡിങ് ഡീക്കണായിട്ട് ഞാൻ പിന്നീട് മാറുകയാണ്. ഈ വരുന്ന പുതുമക്കാരൻ രക്ഷപ്പെടില്ല, അവൻ്റെ ഷെയറിങ് കേട്ടോ, അവൻ ശരിയല്ല, അവൻ അടുത്ത് തന്നെ കുടിക്കും, ഇതൊക്കെ ഞാൻ പറയുകയാണ്. എവിടെയാണ് ഈ ആത്മീയമായ ഉണർവ് എനിക്കുണ്ടാവുന്നത്? അവിടെയാണ് ആ നിർദ്ദേശം. എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ, ഞാൻ ആ കാര്യങ്ങളുടെ പരിസരത്ത് നിന്നുകൊണ്ട് അറിയാത്ത കാര്യങ്ങളിൽ നോ എന്ന് തന്നെ പറയാൻ. അതിനാദ്യത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെ സ്വാധീനിച്ചു, ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കണ്ടു. അതല്ലാതെ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചോ അയാളുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ മീറ്റിങ്ങിൽ സംസാരിക്കേണ്ടത്. ഒരു ടെമ്പററി സ്പോൺസർ ആദ്യം ചെയ്യുന്നത് നമ്മൾ അയാളുടെ പേരെന്താ, നിങ്ങൾക്ക് എന്താ ജോലി, ഈ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതൊന്നുമില്ല. ഞാൻ എങ്ങനെയുള്ളവരായിരുന്നു, എന്ത് സംഭവിച്ചു, ഇപ്പോൾ എങ്ങനെയുള്ളവരാണ്, ഈ 3 കാര്യങ്ങളാണ് ഷെയറിങ് എന്ന് പറയാറുണ്ട് ബോബ് പറയുന്ന പ്രധാന കാര്യം. ഒരു ESH 15 മിനിറ്റ് അത്ര ഒരു മനുഷ്യന് വേറൊരാളെ കേട്ടിരിക്കാൻ പറ്റും. 5 മിനിറ്റ് ഞങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു, 5 മിനിറ്റ് ഞങ്ങൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, 5 മിനിറ്റ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പടികളിലൂടെ ഇന്നത്തെ ദിവസത്തെ ഞാൻ എങ്ങനെ നോക്കിക്കാണുന്നു. ഇത്രയാണ് ESH എന്ന് പറയുന്ന ഷെയറിംഗ് ഉള്ളത്. അതിനപ്പുറം സാഹചര്യമൊക്കെ മാറും. വീണ് കഴിഞ്ഞാൽ ഖത്തറിൽ വീണാലും തൊടുപുഴയിൽ വീണാലും കോതമംഗലത്ത് വീണാലും ഒരേ അനുഭവമാണ്. ആ വീഴ്ച, സാമൂഹികമായിട്ടുണ്ടാകുന്ന ആളുകളുടെ ഇടയിലുണ്ടാകുന്ന അപമാനം, വീട്ടിലുണ്ടാകുന്ന അപമാനം. അപ്പോൾ കുടിക്കഥകൾ, വീരസ്യമാർന്ന കുടിക്കഥകൾ പറയലല്ല ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രവൃത്തി എന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ നിന്നാ. എങ്ങനെ കുടിച്ചു, എത്ര അളവിൽ കുടിച്ചു, ഇതിനൊന്നും ഒരു പ്രാധാന്യമില്ല. ആ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിനെ ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി, ഇതേ അറിയണ്ടു. കാരണം എല്ലാ ആൾക്കാരും ഇതേ രീതിയിൽ കുടിച്ചു വരണമെന്നില്ല. ആ കുടിയെ എങ്ങനെ മാറ്റി നിർത്തി, എൻ്റെ ജീവിതത്തെ ഉലച്ച കുടിയെ സത്യസന്ധമായിട്ടാണ്. ഏതെങ്കിലും മീറ്റിങ്ങിൽ ഒരാൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ കയറിയിട്ട് അയാളുടെ കഥ അയാൾക്കൊന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യുക. എന്ത് കാര്യത്തിനാ? ആർക്കും അറിയാം അയാൾക്ക് ഉപകാരപ്പെട്ടോന്ന്. എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടറിയോ?
കാരണം ഒരു അംഗത്തിന് ഞാൻ വിചാരിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കപ്പെട്ട വ്യക്തിയാണ്. ചില ആൾക്കാരെ കുറിച്ച് എനിക്കൊരു ധാരണയാണ്, അത് എൻ്റെ മാത്രം ധാരണയാണ്. അങ്ങനത്തെ ഒരാളെ ഞാൻ മീറ്റിങ്ങിന് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചു, പുതുമക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട്. അയാൾ ഷെയർ ചെയ്തു അയാളുടെ അനുഭവം. പുതുമക്കാരൻ പറഞ്ഞു, മേലാൽ ഈ സുവിശേഷം പറയുന്നവനെ വിളിച്ചുകൊണ്ടിരുന്നു പറഞ്ഞു, ഇനി മേലാൽ ഞാൻ മീറ്റിങ്ങിന് വരില്ല. അവിടെ എനിക്ക് അടി കിട്ടിയമാതിരി. എൻ്റെ ധാരണയാണ് ഈ പറയുന്ന വ്യക്തി നന്നായി ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്, മറ്റുള്ളവരോടത്തുള്ള പ്രവർത്തനം. ഇപ്പം കഴിഞ്ഞൊരു DRL വന്നു, മറ്റാരുടെയും സഹായമില്ലാതെ ഒരാൾക്ക് എങ്ങനെ സുബോധത്തിൽ നിൽക്കാൻ പറ്റും. 98-ാമത്തെ പേജിലെ ഒരു പ്രധാന പോയിൻ്റാണ്. അതാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന പ്രവൃത്തിയുടെ തന്നെ ആധാരം. അതിന് വേണ്ട ഉപാധി അയാൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അതിലുള്ള ആശ്രയത്വമാണ്. അതോടൊപ്പം തന്നെ അയാളുടെ വീട് വൃത്തിയാക്കൽ പ്രക്രിയയാണ്. ഇതെങ്ങനെയാണ് എൻ്റെ അനുഭവം, ഞാൻ എങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിലെത്തി, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള ധാരണകളല്ല. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേര് തമ്മിൽ പ്രശ്നം ഉണ്ടാവും. അയാൾ ശരിയല്ല കേട്ടോ, അയാൾ ഏലാന്ന് മാത്രമേ ഉള്ളൂ, ഇത്ര വർഷമായി, അയാൾക്ക് അതിനുള്ള ഗുണമൊന്നുമില്ല, അയാളുടെ ഭാര്യയായിട്ട് അയാൾ ഇങ്ങനെ പ്രശ്നമാണ്. ഇതാണ് ആദ്യം തന്നെ പുതുമക്കാരന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഗ്രൂപ്പിൻ്റെ ഉള്ളിലെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാക്കാനുള്ള പ്രവൃത്തി എൻ്റെ അണിയാക്കി മാറ്റുക. ഒരാൾ വരുമ്പോൾ അയാളോട് പറയും, ഇത് നിൻ്റെ ഹോം ഗ്രൂപ്പാണെന്ന്. അയാൾക്ക് എന്താ ഹോം ഗ്രൂപ്പ് തന്നെ അറിയില്ല. അയാൾ ഈ മീറ്റിങ്ങിൽ വന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കണം പ്രോഗ്രാം. ഈ ടെമ്പററി സ്പോൺസർ ആദ്യം എന്താണ് AA, ഈ AA എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു, മറ്റു കാര്യങ്ങളല്ല. ഇവിടെ തല്ലും പിടിയും പല കാര്യവും നടക്കും. ഈ കാര്യം വന്ന പുതുമക്കാരനോട് പറഞ്ഞാൽ ഇതിൽ നല്ലത് ഷാപ്പാണെന്ന് പറഞ്ഞാൽ അയാൾ പോകുക തുടങ്ങി. എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ഇവിടെ വന്ന തല്ലാണ് പരസ്പരം. എന്തിൻ്റെ പേരില്ല? മരിച്ചാൽ റീത്ത് പോലും കിട്ടാത്ത എൻ്റെ സുഹൃത്ത് പറയാറുണ്ട്, ഈ ഫെല്ലോഷിപ്പിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തല്ലാണ് പുതുമക്കാരെ കാണിച്ചു കൊടുക്കുന്നത് നമ്മളിവിടെ. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മ. അതിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയേ എനിക്കുള്ളൊരു കാര്യം വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. ഞാൻ എങ്ങനെയാണ് പ്രോഗ്രാമിൽ പോകുന്നത്, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പഴയകാല ജീവിതത്തെ. മീറ്റിങ്ങിലെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. മീറ്റിംഗ് പുതുമക്കാർക്ക് വേണ്ടി മാറ്റാറില്ല വിദേശങ്ങളിലൊക്കെ മീറ്റിങ്ങിൻ്റെ സ്ട്രക്ചറ്. കാരണം ഒരു പുതുമക്കാരൻ വന്നിരുന്ന് കഴിഞ്ഞ ഉടനെ അവൻ ആ കുടിയെന്നൊക്കെ മാറി അലൂസിനേഷനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അന്നത്തെ ഒരു ദിവസം ഇതാണ് AA എന്ന് പറഞ്ഞാൽ അവനെന്ത് AA, എന്ത് പടി, എന്ത് പാരമ്പര്യം, അവനൊന്നും മനസ്സിലാവില്ല. ആ സമയത്ത് ടെമ്പററി സ്പോൺസറായ ഒരു വ്യക്തി 12 സ്റ്റെപ്പ് കമ്മിറ്റി ഉണ്ടാവും. ഈ 12 സ്റ്റെപ്പ് കമ്മിറ്റിയിൽ ഏതംഗത്തിനെ വേണം അവന് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ്, അതാ കമ്മിറ്റിയിലാണ് ചർച്ച ചെയ്യേണ്ടത്, ഞാൻ ഈ വ്യക്തിയെ ടെമ്പററി സ്പോൺസറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതിനർത്ഥം ഇയാളുടെ അണിയായിട്ട് മാറ്റിയല്ല. അവിടെ പറയേണ്ട ഉത്തരവാദിത്വം ഇത്രയേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാം പ്രവർത്തിച്ചത്. ഇതിന് ഡെയിലി മീറ്റിംഗ് ഉണ്ട്, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ രീതിയിലാണ് പ്രോഗ്രാമിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം മാത്രമാണ് പറയേണ്ടത്. രണ്ടാമത്തെ കാര്യം, വ്യത്യസ്തമായ AA യോഗങ്ങളിൽ പങ്കെടുത്ത് AAയുടെ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും വിശകലനം ചെയ്യാനും സഹായിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഒരു ഹോം ഗ്രൂപ്പായിട്ട് അയാളെ നിർബന്ധിച്ച് നിർത്തുകയല്ല. നമ്മുടെ നാട്ടിൽ സാധ്യമായി അയാൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഏത് ഗ്രൂപ്പാണെങ്കിലും മുഴുവൻ ഗ്രൂപ്പുകൾ പരിചയപ്പെടുത്തണം. അവിടെ എല്ലാം പങ്കെടുത്ത്, ഇതെല്ലാം നമ്മളുടെ മീറ്റിംഗാണ്. ഒരു AA അംഗത്തിന് ഏതൊരു മീറ്റിങ്ങിൽ കടന്നു ചെല്ലാനും ഞാൻ AA അംഗമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ നിന്ന് ആർക്കും പുറത്താക്കാൻ പറ്റില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ ആരെയും പുറത്താക്കാനും അകത്താക്കാനും പറ്റില്ല. ആ വ്യക്തിയെ വിചാരിക്കാൻ പറ്റൂ. അതിനവിടെ ഇൻ്റർ ഗ്രൂപ്പ് തടസ്സമല്ല, ഒരു ഗ്രൂപ്പും തടസ്സമല്ല, ഏതൊരു ഗ്രൂപ്പിൽ പോയിരിക്കാൻ. അപ്പോൾ ഈ ടെമ്പററി സ്പോൺസർ എന്താണ് AA മീറ്റിങ്ങുകൾ എങ്ങനെയാണ്, മറ്റ് അടുത്തുള്ള എല്ലാ മീറ്റിങ്ങുകളും അദ്ദേഹത്തിന് ഒപ്പം പോകാനും അവിടെ പരിചയപ്പെടുത്തി കൊടുക്കാനും ആ മീറ്റിങ്ങിൽ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്, അത് ഇദ്ദേഹം മാതൃകയായിട്ട് വേണം. 20 പേര് മീറ്റിങ്ങിലുണ്ടെങ്കിൽ എനിക്ക് അനുവദിക്കപ്പെട്ട സമയമുണ്ട്. ഞാനത് മറ്റുള്ള ആൾക്കാരുടെ സമയം അപഹരിച്ചുകൊണ്ട് കുറച്ച് ഉപകാരമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് 15 മിനിറ്റ് ഷെയർ ചെയ്യാം. ഇതേ സാധനമാണ് മറ്റാളും പഠിച്ചു വരിക. കാരണം എൻ്റെ പ്രഭാഷണം കേട്ട് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഉടനെ എന്തോ മാറ്റം സംഭവിക്കുമെന്ന തെറ്റായ ധാരണ കൊണ്ടാണ്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൽ എൻ്റെ റിക്കവറി സംബന്ധമായിട്ട്, അത് പുതുമക്കാരൻ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറേണ്ട കാര്യമൊന്നുമില്ല. എനിക്കെന്താണോ ആ മീറ്റിങ്ങിൽ, കാരണം ഞാൻ റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ്. മരണം വരെ ഈ പ്രോഗ്രാം വൺ ഡേ അറ്റ് എ ടൈമായി വെക്കാൻ കാരണം അതുകൊണ്ടാണ്. ആർക്കും പൂർണ്ണമായി ഇതിൽ നിന്ന് മുക്തമാവുന്നില്ല. മരണാസന്നനെ പോലെ പ്രവർത്തിക്കണമെന്നാണ് BW പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ മറ്റ് മീറ്റിങ്ങുകളെ പരിചയപ്പെടുത്തണം, ആ മീറ്റിങ്ങുകളിൽ പുതുമക്കാരെ കൊണ്ടുപോകണം. അതെല്ലാം നമ്മുടെ മീറ്റിംഗാണ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ഷെയർ ചെയ്യണം, ആ രീതിയിൽ കാണിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ തനിക്ക് മദ്യാസക്തി ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ഈ പുതുമക്കാരന് ഉറപ്പില്ലാത്ത സാഹചര്യമാണെങ്കിൽ തുറന്ന മനസ്സോടെ സമീപിക്കാൻ അയാളെ നിർദ്ദേശിക്കണം. പല ആൾക്കാരും മീറ്റിങ്ങിൽ കടന്നു വരുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ അധികം കുടിച്ചിട്ടില്ല, പല അനുഭവങ്ങൾ പറയും. പിന്നീടാണ് അവർ കുടിച്ച കഥകളൊക്കെ കേട്ടുകൊണ്ട് പറയാൻ തയ്യാറാവുക. ആദ്യകാലത്ത് സമ്മതിക്കാൻ തയ്യാറാവില്ല. കാരണം കടുത്ത ധിക്കാരമാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മളോട് പറയുന്നുണ്ട്. കാരണം ഈ പ്രോഗ്രാമിലെത്തിയിട്ട് 12 പടികളെ അനുസരിക്കാൻ നമുക്ക് പറ്റില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ബിഗ് ബുക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു കാര്യങ്ങൾ, ഈ ബിഗ് ബുക്ക് എന്ന് പറയുന്നത് ആകാശത്തു നിന്ന് കെട്ടിയിറക്കിയിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ അന്നുണ്ടായിരുന്ന 100ഓളം പേരുടെ അനുഭവങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഈ രീതികളെ എടുക്കാൻ തയ്യാറായപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു. ഡെയിലി റിഫ്ലക്ഷൻ അടക്കം മേയുടെ എല്ലാ ലിറ്ററേച്ചറുകളും അനുഭവങ്ങളാണ്. മുന്നേ കടന്നുപോയ നമ്മുടെ പഴമക്കാരുടെ അനുഭവങ്ങളാണ്. അവിടെ നിന്നാണ് പാരമ്പര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എല്ലാം അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രയോഗം? കാരണം ഇത് അറിയാത്തതിൻ്റെ കാരണം, ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കിത് മനസ്സിലാവില്ല. അതേപോലെയാണ് ഈ 12 പടികളുടെ കാര്യം. ആദ്യകാലത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഈ പടിയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ബിഗ് ബുക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മീറ്റിങ്ങിൽ അങ്ങ് ക്രോസ് ചെയ്യലടങ്ങും ആൾക്കാർ. അപ്പോൾ പിന്നെ എനിക്കത് മനസ്സിലായി. ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അവരെ മുഖത്ത് നോക്കിയിട്ട്. കാരണം എന്താ അറിയോ, ഈ കുടിക്കുന്ന ആൾക്ക് സന്ദേശം കൊടുക്കുമ്പോൾ അയാൾക്ക് കേൾക്കാൻ പറ്റാത്ത പോലെയാണ് ഈ 12 പടിയുടെ കാര്യം. ഈ 12 പടികളിലൂടെ ഞാൻ പോകുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുക എന്താണ് 12 പടി, അതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇതറിയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെയാണ് പുതുമക്കാരന് മദ്യാസക്തി ഇല്ല എന്നാണ് അയാൾ പറയുന്നുണ്ടെങ്കിൽ തുറന്ന മനസ്സോടുകൂടി നീ ഒരു മദ്യാസക്തനാണ് എന്ന് അയാളോട് പറയേണ്ട കാര്യമില്ല. നമുക്ക് അയാളാണ് പറയേണ്ടത്. അയാൾ പറഞ്ഞാലേ ഈ പ്രോഗ്രാമിൽ അയാൾക്ക് നിൽക്കാനും അയാൾ അതിനെ തുടർന്ന് മദ്യവിമുക്തിയിലേക്ക് യാത്ര ചെയ്യാനും പറ്റൂ. അവിടെ ഒരാളെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. മറ്റുള്ള ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന പരിപാടിയില്ല. അതോടൊപ്പം തന്നെ നവാഗതൻ സ്വയം വെളിപ്പെടുത്താൻ തയ്യാറാകുന്നതുവരെ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരായാതിരിക്കുക. അയാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാളുടെ പേര് നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ വട്ടപ്പേരെന്താ, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഈ സാഹചര്യമൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ അയാളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അയാൾ നമ്മളോട് പറയും, നമ്മളുമായി ആത്മബന്ധമുണ്ടെങ്കിൽ നമ്മൾ അയാളെ ചോദ്യം ചെയ്യുക. അയാളുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, നമ്മുടെ ഏതെങ്കിലും ബിസിനസ് പരിപാടികൾ അയാളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ മീറ്റിങ്ങിൽ നടക്കുന്ന കാര്യമാണ്. അവിടെയൊക്കെ ഓരോ അംഗങ്ങളും പരിശോധിക്കണം. ഇത്തരം പ്രവർത്തികൾക്കാണോ ആൽക്കഹോളിക്സ് അനോണിമസ് നിൽക്കുന്നത്, എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ള പാംപ്ലെറ്റ് നമ്മളിവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ വേറെ ഒരു ഇടപാടുമില്ല ആൽക്കഹോളിക്സ് അനോണിമസിൽ. ഈ വരുന്ന പുതുമക്കാരനോട് ഇവൻ്റെ ജോലി എന്താ, അല്ലെങ്കിൽ ഇവന് വല്ല പോളിസി എടുപ്പിക്കുക, ഇതൊന്നും യുടെ പരിപാടിയല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇത്തരം ഒരു പരിപാടിയില്ല. അയാൾ വെളിപ്പെടുത്തുന്നവരെ അയാളുടെ അനോണിമിറ്റി അയാളുടെ സ്വന്തം കാര്യമാണ്. ഈ പറയുന്ന ടെമ്പററി സ്പോൺസർ ഒരു കാരണവശാലും അയാളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോദിക്കരുത്. ഉത്തരവാദിത്തപ്പെട്ട അംഗം അല്ലെങ്കിൽ ഞാനൊരു അംഗമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുതുമക്കാരൻ്റെ വ്യക്തിപരമായ വിവരങ്ങൾ. അയാൾക്ക് മീറ്റിങ്ങിൽ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും ഷെയർ ചെയ്യേണ്ട യാതൊരു നിർബന്ധമില്ല. നീ ഷെയർ ചെയ്തേ പറ്റൂ. ഇതൊന്നും പരിപാടിയില്ല. അയാൾക്ക് പരിചയപ്പെടുത്താൻ താല്പര്യമുണ്ടോ അയാൾ തന്നെ വന്നോളൂ. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ മനസ്സിലാക്കിയത്. ഇവിടെ ആരും ദൈവം കളിക്കേണ്ട കാര്യമില്ല എന്ന ബോധ്യം. അതോടൊപ്പം തന്നെ മറ്റംഗങ്ങളുമായി, പ്രത്യേകിച്ച് പുതുതായി എത്തിയ അംഗത്തിൻ്റെ അതേ തൊഴിൽ സാമൂഹിക താല്പര്യമുള്ളവരുമായിട്ട് പരിചയപ്പെടുത്തുന്നു. മറ്റംഗങ്ങളെ അദ്ദേഹത്തിൻ്റെ അതേ തൊഴിൽ സാമൂഹിക മേഖല ഇതുള്ള ആളുകളെ പരിചയപ്പെടുത്താൻ, കേരളത്തിൻ്റെ മറ്റ് പല ഭാഗത്തുള്ള അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ, അതിന് പകരം ഓരോ അംഗങ്ങളുടെ സ്വഭാവം എനിക്ക് താല്പര്യമുള്ളവരെ മാത്രം പരിചയപ്പെടുത്താനല്ല പറഞ്ഞത്. നമ്മൾ ആരോടും പുതുമക്കാരുടെ നമ്മുടെ താല്പര്യം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇവിടെ പലപ്പോഴും പറയുന്നത് അയാൾ ശരിയല്ല, അയാൾ പാരമ്പര്യം ലംഘിക്കുന്ന ആളാണ്. അതൊക്കെ അയാൾ മനസ്സിലാക്കട്ടെ എന്നേ. നമ്മളെന്തിനാണ് അയാളോട് പോയിട്ട് നമ്മളുടെ അറിവ് മുഴുവൻ പറഞ്ഞ് നമ്മുടെ വിരോധം, ഇങ്ങനെ ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ എനിക്കൊക്കെ അത് വലിയ പ്രശ്നമായിട്ടുണ്ട്. എന്നോട് പറയാണ് ഈ വ്യക്തി ഈ രീതിയിലാണ്, പിന്നെ അയാളെ കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇവൻ അതാണല്ലോ, പിന്നെ അയാളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റുന്നില്ല. അത് പോകാൻ കുറേ സമയമെടുക്കും പിന്നീട്. അപ്പോൾ ആ പുതുമക്കാരനെ നമ്മൾ നശിപ്പിക്കുന്നതിന് തുല്യമാണ്.
കാരണം നമ്മളുമായി മറ്റു വ്യക്തിക്ക് വിയോജിപ്പുകളുടെ ഇടയിൽ എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കുന്നതാണ് 12 പടി. വിയോജിപ്പുകളുണ്ട്, എൻ്റെ എല്ലാ അഭിപ്രായവും എല്ലാവരും വരേണ്ട കാര്യമില്ല. ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. മറ്റാരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നെ ആരും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. ആ ഒരു ബോധ്യം മറ്റംഗങ്ങൾ അയാളുടെ അതേ തൊഴിൽ മേഖലയിലുള്ള ആളുകളുമായിട്ട് പരിചയപ്പെടുത്താൻ. ഇനി അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നുണ്ടെങ്കിൽ അത് അയാൾ പറ്റിപ്പിടിക്കും. അത് മാത്രമേ ഉള്ളൂ. നമ്മളതിൽ പറയാവണ്ട. കാരണം അയാൾക്ക് സ്വയബുദ്ധിയുണ്ട്. പുതുമക്കാരൻ അയാൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ മാത്രമാണ് പുതുമക്കാരൻ. മറ്റു കാര്യങ്ങളിൽ അയാളുടെ അറിവ് നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ആളുകളെ ഏലെത്താറുണ്ട്. കാരണം നമ്മളെപ്പോഴും വിലയിരുത്തുകയാണ്, ഇവൻ ഇത്ര അറിവുള്ളൂ, അല്ലെങ്കിൽ ഇവൻ്റെ നിലവാരം ഇന്നതാണ്. അതിന് കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഞാൻ അറിഞ്ഞ പോലെ മറ്റുള്ളവരെ അറിയിക്കണം. കുടുംബത്തിലുള്ള പ്രശ്നവും എല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണതാണ് നമ്മുടെ തലച്ചോറിൽ ഒരു ഐഡിയ ഉണ്ടാവും. അതിനപ്പുറം വേറെ ആരും ചെയ്താൽ നമുക്ക് പറ്റില്ല. അത് 3-ാമത്തെ പടിയിൽ കാണിച്ചു തരുന്നുണ്ട് നമ്മളോട്. 3-ാമത്തെ പടി എല്ലാവരും പറയും ദൈവത്തിന് വിട്ടുകൊടുക്കലോ അല്ലെങ്കിൽ ടേൺ ചെയ്യലോ ഒന്നുമല്ല. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറുമ്പോൾ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവും. വളരെ ദയാലുവായിരിക്കും, കാരുണ്യവാനായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ എതിരെ പെരുമാറുമ്പോൾ അവിടെയാണ് ആ 3-ാമത്തെ പടി കിടക്കുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ അപ്പോൾ നമ്മൾ മറ്റുള്ള അംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളോ ഗ്രൂപ്പിസമോ അടിച്ചേൽപ്പിക്കാൻ പാടില്ല പുതുമക്കാരനോട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പുതുമക്കാരനെ എയുടെ സാഹിത്യങ്ങളായിട്ടുള്ള ബിഗ് ബുക്ക്, 12 പടികളും 12 പാരമ്പര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ 12 സ്റ്റെപ്പ് മാഗസീൻ, GSO ഇന്ത്യയുടെ, കേരളത്തിൻ്റെ ലിറ്ററേച്ചർ കമ്മിറ്റി ഇറക്കുന്ന സുബോധ ജീവിതം എന്ന് പറയുന്ന, സുബോധ ജീവിതമല്ല, നമ്മുടെ പുതിയ സോബർ ടൈംസ് എന്ന് പറയുന്ന നമ്മുടെ സാഹിത്യ മാസിക, ആസ് വിൽ സീസ് ഇറ്റ്, ലിവിങ് സോബർ, മറ്റു ലഘുലേഖകൾ, അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലഘുലേഖകളും നമ്മൾ പരിചയപ്പെടുത്തണം. ഇത് പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വായിച്ചിരിക്കണം, ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സന്ദേശം കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ സ്പോൺസർ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ആദ്യം നമ്മളത് വായിക്കണം. വളരെ നിസ്സാരമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഓരോ പാംലെറ്റിലും വലിയ കാര്യങ്ങൾ, നമ്മളറിയാത്ത കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഓരോ പാംലെറ്റും അടുത്ത പാംലെറ്റിലേക്ക് നമുക്ക് മുന്നോട്ട് നയിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മളത് വായിച്ച് അദ്ദേഹത്തിനും വായിക്കാനുള്ള പ്രേരണ കൊടുക്കണം, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അതിനുള്ള സമയം കണ്ടെത്തണം. ഈ പുതുമക്കാരനുമായിട്ട് സമയം കണ്ടെത്തുമ്പോൾ, ചിലവഴിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളവിടെയൊക്കെ കോഫി ഷോപ്പിലേക്കാണ് വിളിക്കുക. ആ കോഫി ഷോപ്പിൽ 1 മണിക്കൂർ ഈ ചട്ട ബിഗ് ബുക്ക് തുറന്നു വയ്ക്കില്ല. ബിഗ് ബുക്ക് ഫുള്ളായിട്ട് മടക്കി എന്താ പറയുക, ഒരു ചട്ട ഇട്ടിട്ടാണ് കൊണ്ടുപോവുക. കാരണം അവിടെ വരെ അനോണിമിറ്റി പാലിച്ചുകൊണ്ടാണ് ഈ കോഫി ഷോപ്പിൽ നമ്മൾ പുതുമക്കാരനായിട്ടുള്ള ആൾക്ക് ടെമ്പററി സ്പോൺസർ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. 12 സ്റ്റെപ്പ് കമ്മിറ്റി മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. അവിടെയും ചോദ്യം ചെയ്യലൊന്നുമില്ല, എൻ്റെ അനുഭവം ഇങ്ങനെയായിരുന്നു. അപ്പോൾ വേറെ അംഗങ്ങൾ പറയും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്. ഈ രീതിയിലാണ് ഈ സാഹിത്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ടെമ്പററി സ്പോൺസറുടെയാണ്. അതോടൊപ്പം തന്നെ അയാൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ പ്രശ്നമുണ്ടാകുമ്പോൾ, അത്യാസക്തിയുമായി ബന്ധപ്പെട്ട അയാൾക്ക് കുടിക്കണം എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ അവിടെ നമ്മൾ അയാൾക്ക് വേണ്ട സഹായം നമ്മൾ കൊടുക്കണം. ആ കൊടുക്കേണ്ട സമയത്ത് തന്നെ നമ്മളെക്കൊണ്ട് അറിയാത്ത കാര്യമാണ്, നമുക്കത് നിൽക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ അംഗങ്ങളെ നമ്മൾ ഒരു മടിയുമില്ലാതെ സമീപിക്കാൻ തയ്യാറാവണം എന്നാണ് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങൾ വിളിക്കും, കുടിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വാക്കുകളെ കൊണ്ട് ചിലപ്പോൾ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ആ മറ്റംഗങ്ങളുടെ സഹായം തേടിക്കൊണ്ട് അവിടെ ഉണ്ടായിരിക്കേണ്ട ടെമ്പററി സ്പോൺസറുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ 12 പടികളുടെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുക. അതിൻ്റെ പ്രാധാന്യത്തിന് 12 പടി എന്ന് പറയുന്നത് പ്രവർത്തിക്കാനുള്ളതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിഗ് ബുക്കിൽ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം വരെ ഈ 12 പടികളും കിടക്കുകയാണ്. ഓരോ പടികൾ എങ്ങനെയാണ് ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്, മീറ്റിങ്ങിൽ വായിക്കേണ്ട ഒന്നല്ല 12 പടികൾ. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രയോഗത്തിൽ വരുത്താൻ കഴിയുന്ന ഒന്നാണ്. ഓരോ ദിവസവും നമുക്കൊരു ബിസിനസ് മീറ്റിങ്ങിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് 4-ാം പടി പ്രയോഗിക്കാൻ പറ്റും. ഇത് എഴുതി ചെയ്യേണ്ടതാണോ അല്ലെങ്കിൽ എഴുതാതെ ചെയ്യേണ്ടതാണോ, ഇത്തരം തർക്കങ്ങൾ ഏലില്ല. 2-ാം പടി തന്നെ നമ്മളെല്ലാ തർക്കങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടാണ്. കോഴിയാണോ കോഴിമുട്ടയാണോ ഉണ്ടായത് എന്ന തർക്കമില്ല എന്ന് പറയാറുണ്ട്. 2-ാമത്തെ പടിയിൽ ദൈവവിശ്വാസമുള്ളവരും ഇല്ലാത്ത ആളുകളും
എങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു, തർക്കിക്കുന്ന സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആ പ്രേരണ ഉണ്ടായപ്പോഴാണ് രണ്ടാമത്തെ പടി അരിച്ചിറങ്ങുന്നതെന്ന് പറയാറുണ്ട്. 46-ാമത്തെ പേജ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആത്മീയതയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതെന്താണ്? ഞങ്ങൾക്ക് ആത്മീയ തലം എന്നാൽ വിസ്തൃതമാണ്, മറ്റ് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ്, അതെല്ലാവർക്കും വേണ്ടി തുറന്നു കിടക്കുന്നതാണ്. ഇവിടെ ഒരാളെയും മാറ്റി നിർത്തുന്നില്ല. അതാണ് ഞങ്ങൾ ആത്മീയത എന്ന് പറയുന്ന ഇനി ഈ ഗ്രന്ഥത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ബാധകമെന്ന് പറഞ്ഞ ഇത്ര മഹത്തായ ആത്മീയതയില്ല. എൻ്റെ വിശ്വാസത്തിലേക്ക് അയാൾ വരേണ്ടതില്ല, ഞാൻ അറിഞ്ഞ പോലെ അയാൾ അറിയേണ്ടതില്ല എന്ന് പറയുന്ന ആത്മീയതയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 12 പടികളെ അത് ആദ്യം നമ്മൾ പരിശീലിക്കണം, അല്ലെങ്കിൽ പരിശീലിച്ചിട്ടില്ലെങ്കിൽ അത് പരിശീലനം നടത്തിയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് അവരെത്തിക്കാനും അതിന് ഈ ടെമ്പററി സ്പോൺസർ, അപ്പോഴാണ് 12-ാമത്തെ പടി വളരെ കൃത്യമായി പുതുമക്കാരനെ സഹായിക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ എന്ന് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഈ പുതുമക്കാരനിൽ അടിച്ചേൽപ്പിക്കരുത്. ഒരു സ്പോൺസർ അവിശ്വാസിയാണെങ്കിൽ മതവിശ്വാസിയായ നവാഗതനെ തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കരുത്. അതുപോലെ തന്നെ ഈ പറയുന്ന പുതുമക്കാരൻ യുക്തിവാദിയാണെങ്കിൽ സ്പോൺസർ ദൈവികമായ കാര്യങ്ങൾ അദ്ദേഹവുമായി തർക്കത്തിന് നിൽക്കരുത്. ഇവിടെ എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളതിൻ്റെ ആന്തരികമായ ഒരു അർത്ഥം മാത്രമാണ് എയുടെ കരുതുന്നത്. എയുടെ 2-ാമത്തെ പടി പോലും ഉണ്ടായിട്ടുള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ ബിൽഡബ്ല്യു ഈ 6 പടികളെയാണ് 12 പടികളാക്കി മാറ്റുന്നത്. അരമണിക്കൂർ കൊണ്ട് ബിൽഡബ്ല്യു ഈ പടികളെഴുതിയിട്ട് അത് ചർച്ച ചെയ്ത അന്നത്തെ പഴമക്കാരൻ ബില്ലിനെ ചീത്ത വിളിക്കുക ചെയ്തത്. ബില്ല്, നിനക്ക് തലയ്ക്ക് ഓടണ്ടോ? നീ കൊണ്ട് എല്ലായിടത്തും കൊണ്ടിട്ട് ദൈവത്തിന് ഈ 6 പടി തന്നെ വയ്യ, അതിൻ്റെ ഇടയിലാണ് നീ 12 പടി എഴുതിയെന്ന് പറഞ്ഞിട്ട്. അന്ന് ബില്ലിൻ്റെ ഭാര്യ ലൂയിസ് കൊണ്ടുവരുന്ന ചായയിൽ നിന്നാണ് ആ തർക്കം നിന്നത് എന്ന് പറയാറുണ്ട്. അവിടെ പിന്നീട് മനഃശാസ്ത്രപരമായിട്ടാണ് ബിൽഡബ്ല്യു എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ട് 46-ാമത്തെ പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയ അനുഭവം മുന്നേ നിർത്തിക്കൊണ്ട് 215-ാമത്തെ ബിഗ് ബുക്കിലെ പേജിൽ എന്താണ് ഞങ്ങൾ ആത്മീയമായ ഉണർവ് എന്ന പദം പറയുന്നത്, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിത് വായിക്കാത്തതും മനസ്സിലാക്കാത്തതുമായ കുഴപ്പം മാത്രമാണ് നമുക്കുള്ളത്. അവിടെ ഏതെങ്കിലും ഒരാൾ, ഇവിടെ പലപ്പോഴും അവിശ്വാസിയായ ആൾക്കാർ കമ്മിയാണ്, അധികം വിശ്വാസികളാണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞത്. ഈ ആൾ ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിൻ്റെ എല്ലാ കാര്യവും കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളെ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് പുതിയ കാലഘട്ടമാണ് 2023. എല്ലാവർക്കും ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളും ഉണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ നിരീശ്വരവാദികളായ 10,000 പേരുടെ സമ്മേളനം നടന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടുള്ള ഓൺലൈനിൽ. ഇവിടെ പടികളെ ജപ്പാനിലടക്കം എയുടെ കൺസെപ്റ്റ് പേജ് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ നാൾ വഴികളിൽ എ കടന്നു വന്നത് ദൈവവിശ്വാസമില്ലാത്ത എത്രയോ പേര് എയിലൂടെ സോബറായി നിൽക്കുന്നുണ്ട്. അവർ ഇന്നും എയുടെ വേൾഡ് സർവീസ് ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ബിഗ് ബുക്കിൽ 2-ാമത്തെ പടി 4-ാമത്തെ അധ്യായം ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ആജ്ഞേയവാദികളെ എന്ന് പറയുന്ന ആ അധ്യായത്തിൽ ഓരോ ഖണ്ഡിക എങ്ങനെയുണ്ടായി എന്ന് പറയുന്ന ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് ദൈവവിശ്വാസികളെ മാത്രം ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം നിങ്ങളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ ഈ പറയുന്ന പുതുമക്കാരനിൽ അടിച്ചേൽപ്പിക്കാൻ ഈ ടെമ്പററി സ്പോൺസർ ശ്രമിക്കരുത്. കാരണം അയാൾ കണ്ടെത്തണം അയാളുടെ വലിയ ശക്തി. അത് കൃത്യമായിട്ട് അതിൽ പറയേണ്ട ആ വലിയ ശക്തിയെക്കുറിച്ചുള്ള ധാരണ, ഞങ്ങൾക്ക് വിശ്വസിക്കാനുള്ള ആഗ്രഹം മതി. ലാസ്റ്റ് ബോബിൻ്റെ കഥയിൽ വരെ പറയുന്നൊരു പ്രധാന ഭാഗമുണ്ട്. നിങ്ങൾക്കെല്ലാം ആ തുറന്ന മനസ്ഥിതി ഉണ്ടെങ്കിൽ, ഇതിലെല്ലാ ആത്മീയ ആശയങ്ങൾക്കുമെതിരെ നിങ്ങൾ കണ്ണടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സോബർട്ടിയിലേക്ക് വരാനുള്ള മാർഗമുണ്ട്. 2-ാം പടി അവസാനിക്കുന്നത് തന്നെ ആ തുറന്ന മനസ്ഥിതി. നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്ന ശ്രമമാണ് നിങ്ങളെ സോബർട്ടിയിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യം. അവിടെയാണ് നിങ്ങൾ ഏത് വിശ്വാസിയായിരുന്നാലും ഈ വരുന്ന പുതുമക്കാരനിലെ നിങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കാനായി നിങ്ങൾ നിൽക്കരുത് എന്ന ഒരു കാര്യം. പിന്നെ അത്രയും പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനായിട്ട് ഈ പുതുമക്കാരനെ നിർബന്ധിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് പ്രേരിപ്പിക്കണം. ഇവിടെയാണ് റൊട്ടേഷൻ്റെയൊക്കെ കാര്യങ്ങൾ. ഒരു പുതുമക്കാരന് സെക്രട്ടറി ചുമതല കൊടുക്കുന്നു. എന്താണ് സെക്രട്ടറി ചെയ്യുന്നത്? അതിൻ്റെ കാര്യങ്ങൾ, ആളുകളെ വിളിക്കാനുള്ള പ്രേരണ. അതോടൊപ്പം തന്നെ ഈ പുതുമക്കാരന് റൊട്ടേഷൻ എന്ന് പറയുന്നത് വിരമിക്കലല്ല. നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തിലെ ബാക്ക് ബെഞ്ചിൽ ബിൽഡബ്ല്യു സമ്മേളനം, ക്ലീവ്ലാൻഡിലെ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. ഈ പറയുന്ന പുതുമക്കാർ ഇനിയിപ്പോൾ സ്ഥാനമേറ്റ ആളുകൾ എങ്ങനെ കൊണ്ടുപോകും?
പക്ഷേ അതിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ് എന്ന് ബിൽഡബ്ല്യു പറയുന്നുണ്ട്. അവിടെയാണ് മുതിർന്ന നേതാവായി മാറുമ്പോൾ, ഈ പുതുമക്കാരൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവിടെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന മുതിർന്ന നേതാവ് അതിൽ ഇടപെടില്ല. അയാൾ പ്രവർത്തിക്കും. അതല്ലാണ്ട് ബാക്ക് ബെഞ്ച് ഡ്രൈവല്ല, അവിടെ ഇരുന്നു കൊണ്ട് ഇന്നവനെ വിളിച്ചോ, അവനെ വിളിക്കണ്ട, ഈ ഒരു പരിപാടിയല്ല. അയാളെ സ്വയം നേതാവാകാൻ, ആൽക്കഹോളിക്സ് അനോണിമസ് രാഷ്ട്രീയ പാർട്ടി അല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ മറ്റ് മതപരമായ സംഘടന അല്ലാത്തത് കൊണ്ടും ഇതിന് ആത്മീയ തലം വ്യത്യസ്തമാണ്. അപ്പം ആ രീതിയിൽ സർവീസ് ചുമതലകളിലേക്ക് വരുത്തുകയും അയാളെ ചാരി നിർത്താതെ അവൻ്റെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നത് ടെമ്പററി സ്പോൺസറുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് ഈ പറയുന്ന പുതുമക്കാരിൽ മതിപ്പുണ്ടാക്കണം. ആ പുതുമക്കാരിൽ മതിപ്പുണ്ടാക്കണമെങ്കിൽ പാരമ്പര്യങ്ങൾ എനിക്കറിയണം, പാരമ്പര്യങ്ങളെ പാലിക്കാൻ ഞാൻ തയ്യാറാവണം. ബിസിനസ് മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ ആ ബിസിനസ് മീറ്റിങ്ങുകളിൽ എതിർപ്പുകൾ ഉണ്ടാവും. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ചരിത്രം ഉടനീളം നിരവധി എതിർപ്പുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാരൻസസ് ബിൽഡബ്ല്യുവിന് അടിക്കാൻ നിന്നിട്ടുണ്ട്. പല പാരമ്പര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ക്ലാരൻസസ്സുകാരനാണ്. ക്ലാരൻസസ് തൻ്റെ സ്പോൺസിയെ വിവാഹം കഴിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഒരു നിർദ്ദേശം വരുന്നത്, ഒരിക്കലും ഒരു സ്പോൺസർ സ്ത്രീക്ക് സ്ത്രീ പുരുഷന് പുരുഷൻ എന്ന ഒരു കാര്യമുണ്ടായതാണ്. ഈ ചരിത്രത്തിലെ പാഠങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതാണ് ഈ പാരമ്പര്യങ്ങൾ. ആ പാരമ്പര്യങ്ങൾ പാലിക്കുമ്പോൾ നമ്മൾ മൂന്നാമത്തെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോഴും ഒന്നാം പാരമ്പര്യത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഐക്യത്തോടു കൂടി നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ കൂട്ടായ്മ തകർന്നു പോകും. ഈ ലോകത്തിലെ മറ്റെല്ലാ സംഘടനകളും നശിച്ചുപോയി. ആൽക്കഹോളിക്സ് അനോണിമസ് തുടങ്ങുന്ന കാലം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകളുണ്ടായി. അത് തകരാതിരുന്നത് നമ്മുടെ മഹത്തായ പാരമ്പര്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ 12 സങ്കല്പങ്ങളെ ആ സങ്കല്പങ്ങളെ വെച്ച് പരിശോധിച്ചത് കൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മ ഇന്നും ഇവിടെ നിലനിൽക്കുന്നത്. കാരണം ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ ഇന്നും ബീവറേജിൽ ക്യൂ നിൽക്കുന്ന മദ്യാസക്തനാണ്. നമ്മുടെ കൂട്ടായ്മയിൽ ഇനിയും എത്താത്ത അവർക്ക് വേണ്ടി കരുതി വെക്കലാണ് നമ്മളുടെ ചുമതല. പലപ്പോഴും നമ്മൾ ഉടമകളായി പോവുകയാണ്. നമ്മളാണ് ഇതിൻ്റെ വിശ്വസ്ത സേവകർ എന്ന പദത്തിൻ്റെ അർത്ഥം അറിയില്ല. അത് പാരമ്പര്യം നമ്മൾ കൃത്യമായി വായിക്കാത്തത് കൊണ്ടും പാരമ്പര്യങ്ങളെ സ്വയം പരിശോധനയാണ്. ഇവിടെ നമുക്ക് പാരമ്പര്യം പരിശോധിക്കുമ്പോൾ എന്താ ചെയ്യുക അറിയോ? നമ്മൾ മറ്റുള്ളവൻ്റെ പാരമ്പര്യ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക. മറ്റുള്ളവൻ എവിടെ ലംഘിക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. മറ്റെല്ലാവരുടെ കുറ്റം കണ്ടെത്താൻ എനിക്ക് വളരെ എളുപ്പമാണ്. എൻ്റെ കാര്യം ഞാൻ പരിശോധിക്കില്ല. ഞാൻ എവിടെയാണ് ഒന്നാമത്തെ പാരമ്പര്യത്തിൽ നിൽക്കാതെ പ്രവർത്തിക്കുന്നത്? രണ്ടാമത്തെ പാരമ്പര്യം ഗ്രൂപ്പ് കോൺഷ്യസ് ഉണ്ടാകുമ്പോൾ എൻ്റെ എതിരഭിപ്രായം ഗ്രൂപ്പിലുണ്ടായാൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞ് അംഗീകരിക്കാതെ ഞാൻ ഫോൺ വിളിച്ചിട്ട് പറയാൻ മറ്റവരോട് ആ തീരുമാനം എന്തായാലും പൊട്ടും, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ പറയുകയാണ്, ഇത് കണ്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്ന്. പിന്നെ ഏത് ഗ്രൂപ്പ് കോൺഷ്യസാണ് ഞാൻ അംഗീകരിച്ചത്? അവിടെയാണ് എൻ്റെ എതിരെ തീരുമാനമുണ്ടാകുമ്പോൾ അത് ദൈവം എടുത്ത തീരുമാനമാണ്. കാരണം സഹസ്ഥാപകനായ ബില്ല് സ്വന്തം ജീവിതത്തിൽ അനുഭവം കാണിച്ചു തന്നിട്ട് രണ്ടാമത്തെ പാരമ്പര്യത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാലിക്കാനുള്ള തയ്യാറെടുപ്പ്, പാരമ്പര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പറയണം. അനോണിമിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഫോട്ടോ ഇടരുത് എന്ന് പറയുന്നത്? നമുക്ക് PI വർക്കിൻ്റെ മാത്രം ഒരു വർക്ക് ബുക്ക് ഉണ്ട്, 47ഓളം പേജുണ്ട് PI വർക്കിൻ്റെ നിർദ്ദേശം. ഒരു കാരണവശാലും മറ്റാൾക്കാരുള്ളപ്പോൾ, ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ അച്ഛൻ വന്നു, അവർ നമുക്ക് റെസ്പെക്റ്റാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട്. അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ കള്ളുകുടിക്കഥ പറയില്ല. ആൽക്കഹോളിക്സ് അനോണിമസിനെ പരിചയപ്പെടുത്തുകയുള്ളൂ. വേദിയിൽ മറ്റാരുണ്ടെങ്കിലും ആൽക്കഹോളിക്കാണെന്ന് പറഞ്ഞ് പറയേണ്ടതില്ല. നമ്മൾ അനോണിമിറ്റി പലപ്പോഴും പറയും, അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമല്ലേന്ന്. അവിടെയും നമ്മളോട് പറയേണ്ടത് എവിടെയാണ് അനോണിമിറ്റി ബ്രേക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഗൈഡ് ലൈൻ ഉണ്ട്. ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കുക, ക്ലോസ് ഗ്രൂപ്പിൽ പോലും നിങ്ങളുടെ ഫോട്ടോ ഇട്ടാൽ അത് പാരമ്പര്യത്തിൻ്റെ ഘടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനോണിമിറ്റി എന്ന് പറയുന്ന ഒരു പാംപ്ലെറ്റ് നമ്മുടെ മുന്നിലുള്ളത്. ഗൈഡ് ലൈൻ ഉണ്ട്. ഇൻ്റർനെറ്റിൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം. കാരണം ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ജനറൽ സർവീസ് കോൺഫറൻസ് അംഗീകരിച്ചൊരു കാര്യമാണ്. അതെന്നാണ് ഗൈഡ് ലൈൻ ഇറക്കുക. പലപ്പോഴും GSO ഓഫീസിലേക്ക് ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ഇൻ്റർനെറ്റിലെ ആൾക്കാർ പാരമ്പര്യം ലംഘിക്കുന്നതിനെക്കുറിച്ച്. ഈ പാരമ്പര്യം എന്തിനാണ് പാലിക്കേണ്ടത്? മറ്റ് ബർത്ത്ഡേ ഫോട്ടോ ഗ്രൂപ്പിലിട്ടാൽ ഉണ്ടാകുന്ന പ്രശ്നം എൻ്റെ അനോണിമിറ്റി ആണെന്ന് പറഞ്ഞ് ഞാൻ അറിയാതെ മറ്റുള്ളവരുടെ അനോണിമിറ്റി കൂടി ബ്രേക്കപ്പ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. കാരണം ഞാൻ ഈ പ്രവർത്തനത്തിന് കാരണമാണെന്ന് പറയാൻ എനിക്ക് മടിയുണ്ടാവില്ല.
പക്ഷെ വേറെ ആൾക്കാർക്ക് അതുണ്ടാവും. ഇപ്പം ഞാൻ അവരുമായിട്ടുള്ള മറ്റ് ഫോട്ടോ പങ്കുവയ്ക്കുമ്പോൾ അത് അംഗമാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ, ഇതെന്തിനാണ്, അല്ലെങ്കിൽ ഇത് അറിയുന്ന ആളുകളോട് ചോദിക്കാൻ, ഇതൊക്കെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പാംലെറ്റുകൾ നമുക്ക് മൊബൈലിൽ AA.org എന്ന് പറഞ്ഞ നമ്മുടെ സൈറ്റ് അടിച്ചാൽ തന്നെ ഇപ്പോൾ ഗൂഗിൾ ലെൻസ് ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്രം അറിയുന്ന ആളുകൾക്കും വായിക്കാനായിട്ട് എല്ലാം ലഭ്യമാണ്. വളരെ നമ്മൾ പഠിക്കാനുള്ള തയ്യാറെടുപ്പില്ല. നമ്മൾ ആ പുറപ്പുറത്ത് കയറി നിന്ന് വെടിവെക്കുന്ന പോലെ പൂർണ്ണമായിട്ട് എനെ മനസ്സിലാക്കിയിട്ടല്ല. എന്ന് പറയുന്നത് വിശാലമായ വാതാനങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പാംലെറ്റിൽ നിന്ന് ഒരു പാംലെറ്റ് അറിയാനും പഠിക്കാനും നമ്മൾ തയ്യാറായാൽ നമുക്ക് പഠിക്കാൻ പറ്റും. മറ്റാരെയും പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ തരുന്നുണ്ട്, അതിനുള്ള ടൂളുകൾ തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള തയ്യാറെടുപ്പും അതോടൊപ്പം തന്നെ അത് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഉത്തരങ്ങളും തനിക്കറിയാമെന്നും തൻ്റെ ഭാഗം എപ്പോഴും ശരിയാണ് എന്ന ഭാവമരുത് ഏറ്റവും പ്രധാനമാണ്. എല്ലാ കാര്യങ്ങളും, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം, നമുക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങൾ ഉപദേശം കൊടുക്കാൻ പറ്റില്ല. അത് മറ്റുള്ള കഴിവുള്ള ആളുകളോട് ചോദിക്കാൻ, എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ അത്തരം ഒരു അനുഭവമില്ല, അത് വേറെ വല്ലവരോടും ചോദിക്കണം. അതല്ലാതെ അയാളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉപദേശം കൊടുക്കുന്ന പരിപാടിയില്ല. അത് വളരെ കൃത്യമായിട്ട് ടെമ്പററി സ്പോൺസർ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴാണ് ആ നവാഗതൻ അയാളുടെ രീതിയിൽ ഈ പ്രോഗ്രാമിൽ കയറി വരിക. ഈ ഗ്രൂപ്പിനപ്പുറമുള്ള ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഈ പുതുമക്കാരിൽ കാഴ്ചപ്പാടുണ്ടാക്കാൻ ശ്രമിക്കണം. എയുടെ ചരിത്രത്തെക്കുറിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. വിശാലമായൊരു ചരിത്രമുണ്ട്. കംസ് ഓഫ് ഏജിലും പാസിറ്റോണിലൊക്കെ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 3 പൈതൃകങ്ങളായ ഐക്യം, മോചനം, സേവനം എന്ന് പറഞ്ഞ ഘടനകളിലേക്ക് ലോകത്തിലും വ്യാപകമായി പ്രവർത്തിക്കുന്ന എയുടെ സങ്കല്പങ്ങളെക്കുറിച്ച് ഇതെല്ലാം തന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് ലോകമെങ്ങും ഉണ്ട് എന്ന് ഈ പുതുമക്കാരന് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമം നടത്തണം. മാത്രമല്ല, പ്രയോജനപ്രദം എന്ന് തോന്നിയാൽ ഈ പറയുന്ന പുതുമക്കാരൻ്റെ ബന്ധുക്കളോട് പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അയാൾ വന്നതാണ്, ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന രീതിയിൽ പറയാൻ അവരെക്കുറിച്ച്, അതോടൊപ്പം തന്നെ അല്ലനോൺ, അല്ലറ്റീൻ തുടങ്ങിയ കൂട്ടായ്മകളെക്കുറിച്ച് പറയേണ്ടതും ഈ പറയുന്ന ടെമ്പററി സ്പോൺസറുടെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പുതുമക്കാരൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധമുണ്ടാക്കലല്ല ടെമ്പററി സ്പോൺസറുടെ ഉത്തരവാദിത്തം. അതിന് അല്ലനോണുണ്ട്, അല്ലനോണിൻ്റെ നമ്പർ കൊടുക്കലാണ് ചെയ്യേണ്ടത്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പുതുമക്കാരനെ സഹായിക്കാനാണ് അയാളുടെ ഫോളോ അപ്പ്. ഇവിടെ ആരും ഫോളോ ചെയ്യണ്ടില്ല. അയാൾ കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് അയാളുടെ മാത്രം കാര്യമാണ്. ഒരാൾ റോട്ടിൽ കുടിച്ച് കടന്ന് ഇന്നലെ നമ്മൾ കണ്ടാലും ഇന്ന് ഇവിടെ ടോക്കൺ മേടിക്കാൻ വന്ന ആൾക്ക് ടോക്കൺ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു തരത്തിലും നമുക്ക് നിരസിക്കാൻ പറ്റില്ല. ഞാൻ 1 വർഷമായി എന്ന് പറഞ്ഞാൽ ടോക്കൺ കൊടുക്കണം ഗ്രൂപ്പ്. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് പറഞ്ഞത്. അതിൽ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ദൈവവുമായി സത്യസന്ധത പാലിക്കേണ്ട പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെ അല്ലനോൺ, അല്ലറ്റീൻ്റെ ആളുകളുടെ നമ്പർ കൊടുക്കുക. അല്ലാണ്ട് ഫാമിലി കൗൺസിലറായിട്ട് ഈ ടെമ്പററി സ്പോൺസർ ഒരു കാരണവശാലും മാറരുത്. അതോടൊപ്പം തന്നെ അയാൾക്ക് പുറത്ത് മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട അയാൾക്ക് ചികിത്സ വേണമെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അതിന് തന്നെ നമ്മുടെ നിർബന്ധങ്ങളില്ല. ഇത്തരം ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു റീഹാബുകൾ റെക്കമെൻഡ് ചെയ്യുക ടെമ്പററി സ്പോൺസറുടെ പരിപാടിയല്ല. അതിങ്ങനെയാണ്, നിങ്ങൾക്ക് അവിടെ പോകാം, കാരണം അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിർദ്ദേശങ്ങളായിട്ട് ഈ രീതിയിലാണ്. നമ്മുടെ സ്വകാര്യമായ താല്പര്യം ഇവിടെ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ശ്രമം പാടില്ല. മാത്രമല്ല, അറിയാത്ത കാര്യങ്ങളിൽ എനിക്കറിയില്ല എന്ന് പറയാൻ ഒരു മടിയും കാട്ടരുത്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടുതൽ അറിയാനായിട്ട് പുതിയ ആളുകളുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആളുകളുമായിട്ടോ ബന്ധപ്പെടാൻ സഹായിക്കണം. മറ്റ് മദ്യാസക്തരുമായി ഇടപെടാൻ ഈ പറയുന്ന പുതുമക്കാരൻ അവസരമുണ്ടാക്കുകയും അതിന് തുടക്കമായി 12ാം പടി പ്രവർത്തനങ്ങളിൽ ഈ പുതുമക്കാരനെ കൂട്ടുകയും ചെയ്യണം. ഏറ്റവും പ്രധാനം, തൻ്റെ വ്യക്തിത്വത്തിനോ സ്ഥാനത്തിനോ അല്ല, മറിച്ച് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള മദ്യവിമുക്തിക്കാണ് പ്രാധാന്യമെന്ന് മദ്യാസക്തനുമായി ഇടപെടുമ്പോൾ ഈ ടെമ്പററി സ്പോൺസർ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കണം. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മീറ്റിങ്ങിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അയാൾ പുറത്ത് എന്ത് ജോലി ചെയ്തു എന്നുള്ളതൊരു വിഷയമല്ല. അവിടെ മദ്യപാനം നിർത്തണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് അയാൾ ചേരാനുള്ള യോഗ്യത എന്ന് പറയും. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇത്ര വർഷമായി, എന്നെ ആളുകളൊക്കെ സമീപിക്കുന്നുണ്ട്, അയാൾക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് എന്ന രീതിയല്ല എയുടെ. കാരണം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പുതിയ ആൾ, പുതുമക്കാരൻ സ്പോൺസറേക്കാൾ പ്രോഗ്രാമിനെ ആശ്രയിക്കാൻ തുടങ്ങുന്നു. പ്രോഗ്രാമിനെയാണ് ഇവിടെ ആശ്രയിക്കേണ്ടത്, വ്യക്തികളെ അല്ല. തത്വങ്ങൾ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം വ്യക്തികളെ കണ്ടിട്ടാണ് വരുന്നതെങ്കിലും
ഒരു വ്യക്തിഗതമായ പ്രസിദ്ധി ഇല്ലാതെയാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ തത്വങ്ങൾ. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവരണം. മാത്രമല്ല, അയാൾ വേറൊരു സ്പോൺസറെ കണ്ടെത്തുമ്പോൾ, വേറൊരു അംഗവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു തരത്തിലും അയാളോട് നീരസം കാണിക്കാതെ അയാളുമായിട്ട് സഹവർത്തിത്വത്തിൽ കഴിയാൻ അയാളെ വീണ്ടും അയാളുടെ തോളിൽ ഒരു മടിയുമില്ലാതെ കൈയിടാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ആത്മീയ ഉണർവിലായിരിക്കുള്ളൂ. ആത്മീയതയെക്കുറിച്ച് പ്രസംഗിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് എന്നെ മനസ്സിലാക്കി തന്ന സംഗതികളായിരുന്നു. ഇതെല്ലാം പറയാനായിട്ട് എളുപ്പമായിരുന്നു. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്തപ്പോൾ, ഇത് കൃത്യമായി നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ സോബർട്ടിയിലേക്ക് വരുന്നത് കണ്ടു. ഞാനല്ല ദൈവം, ഈ പ്രോഗ്രാമാണ് എന്നെ നിയന്ത്രിക്കുന്നത്, ഈ പ്രോഗ്രാം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന തിരിച്ചറിവ്. ഇവിടെ മറ്റു മദ്യാസക്തരെ സഹായിക്കുക എന്ന് പറയുന്നത് കേവലമായ ഒരു കാര്യമല്ല. മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിൽ പറയേണ്ട ഒരാളെ എപ്പോഴാണ് തള്ളിവിടേണ്ടത്, ഇവൻ രക്ഷപ്പെടില്ല എന്ന ആ കാര്യം പറയേണ്ടത് എപ്പോഴാണെന്ന് പറയുന്നുണ്ട്. അതിനു മുന്നേ ചെരുപ്പ് കുത്തി അവസാനം വരെ ചെരുപ്പ് കുത്തിക്കൊണ്ടിരിക്കുക എന്ന പ്രക്രിയ ഞാൻ ചെയ്തു. ഞാൻ അവനെ സുബോധത്തിലേക്ക് എത്താൻ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമാണോ ശ്രമിച്ചത്? അവിടെയാണ് എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടുക. ഇത് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗം പുതിയ ആളുകളെ സഹായിക്കേണ്ട രീതികൾ എങ്ങനെയാണ്? അപ്പോൾ എന്താവും, ഓരോ അംഗവും ശ്രമിക്കുമ്പോൾ, കാരണം മൊത്തത്തിൽ നമുക്ക് ഗ്രൂപ്പിനെ മാറ്റാൻ പറ്റില്ല. ഗ്രൂപ്പിൽ ഇൻവെൻട്രി നടക്കുമ്പോൾ നമുക്കതിന് 12 സ്റ്റെപ്പ് കമ്മിറ്റി ഉണ്ടാക്കാം. ആ രീതിയിൽ കൂടുതൽ അംഗങ്ങളെ ഗ്രൂപ്പിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാം. കാരണം സോബർട്ടിയിലേക്ക് അംഗങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഗ്രൂപ്പ് കൊണ്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞു ഇന്നിപ്പോൾ ഇവിടെ 2 പേര് 1 വർഷം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് ഓരോ ഗ്രൂപ്പും. ആ രീതിയിൽ അംഗങ്ങൾ സോബർട്ടിയിലേക്ക് വരുന്നത് എയുടെ നിർദ്ദേശങ്ങളിലൂടെ ആകുമ്പോൾ കൂടുതൽ പേരിലേക്ക് സന്ദേശം എത്തിക്കാനും നമ്മളല്ല ഈ പ്രോഗ്രാമാണ് എന്ന ബോധ്യത്തിൽ ഓരോ വ്യക്തിക്കും മാറാനും മീറ്റിങ്ങുകളിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ് സഞ്ചരിക്കാനൊക്കെ നമ്മളെ നമ്മുടെ തത്വങ്ങൾ പ്രാപ്തമാക്കും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കാനും ഈ ഒരു പോയിന്റുകളൊക്കെ പറയാനും സാധിച്ചില്ല. നന്ദി രേഖപ്പെടുത്താൻ. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മാത്രമല്ല ഇന്ന് ഇവിടെ എത്തിച്ചേരാനും നിങ്ങളെല്ലാവരുടെ ഒപ്പം ആയിരിക്കാനും സാധിച്ചു.